Once again, welcome back to KC's Classes. KC's Classesന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബികോം BBA തേർഡ് സെമസ്റ്റർ എക്സാംസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നെക്സ്റ്റ് നടക്കാൻ പോകുന്നത് ബികോം തേർഡ് സെമസ്റ്റർ സ്റ്റുഡൻസിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറി പേപ്പറാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. ഈ ഒരു വീഡിയോയിൽ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് എയിലുള്ള 2 മാർക്സിന്റെ ചോദ്യങ്ങളാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത് നമ്മുടെ സ്ഥാപനം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബികോം BBA എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലൈവ് ക്ലാസ് ഉണ്ടായിരിക്കും, അതിൻ്റെ റെക്കോർഡും ആക്സസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ടുള്ളത് ചോദിക്കാനുള്ള അവസരം ഉണ്ടെന്നുള്ളതാണ്. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. തേർഡ് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഫോർത്തിലെ പ്രോബ്ലം പേപ്പേഴ്സിൻ്റെ ക്ലാസ്സസ് അവൈലബിൾ ആണ്. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസിൻ്റെ ഡീറ്റെയിൽസിലോട്ട് പോകാം. എന്നാൽ പിടിച്ചു നമ്മൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ക്വസ്റ്റ്യൻ, ബേസിക്സിൽ നിന്ന് HRM എന്താണ് നിർബന്ധമായും പഠിക്കണം, HRP എന്താണ് നിർബന്ധമായും പഠിക്കണം. റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്. അതുപോലെ തന്നെ ഫസ്റ്റ് ചാപ്റ്ററിൽ തന്നെയുള്ള മാൻ പവർ പ്ലാനിങ് എന്താണ് നിർബന്ധമായും പഠിക്കണം. റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇതൊക്കെ ഇതിലേതെങ്കിലും ഒരെണ്ണം നമുക്ക് എന്തായാലും പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ EHRM എന്താണ് നിർബന്ധമായും പഠിക്കണം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് തരാനുള്ള സജഷൻസ് ദെൻ ഈ മാൻ പവർ പ്ലാനിങ്ങിൻ്റെ കൂടെ തന്നെ അതിൽ ഷോർട്ട് ടൈം മാൻ പവർ പ്ലാനിങ് ഉണ്ട്, ഷോർട്ട് ടൈം മാൻ പവർ പ്ലാനിങ് ഉണ്ട്, ലോങ് ടൈം ഉണ്ട്. അതിലേതെങ്കിലും വേണമെങ്കിൽ ആ രീതിയിൽ ചോദിക്കാം. സോ നിർബന്ധമായും പഠിക്കണം അതൊക്കെ. ദെൻ നെക്സ്റ്റ് ഏറ്റവും കൂടുതൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന 2 മാർക്സിൻ്റെ ചോദ്യങ്ങളുടെ ലിസ്റ്റിൽ പറയാൻ പറ്റുന്നതാണ്. ഇതൊക്കെ നോക്കുക, അതിലേതെങ്കിലും 1-2 ഉണ്ടായിരിക്കും. ജോബ് ഡിസൈൻ എന്താണ്, ദെൻ അതിൻ്റെ പ്രിൻസിപ്പിൾസ് ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ, അത് സെപ്പറേറ്റ് എടുത്തൊന്ന് പറഞ്ഞുതരാം. അതിൻ്റെ പ്രിൻസിപ്പിൾസ് ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ നെക്സ്റ്റ് ജോബ് എൻറിച്ച്മെൻറ്റ് എന്താണ്, എൻറിച്ച്മെൻറ്റ്. ജോബ് എൻലാർജ്മെൻറ്റ് എന്താണ്, എൻലാർജ്മെൻറ്റ് എന്താണ്. ജോബ് സ്പെസിഫിക്കേഷൻ എന്താണ്, എന്താണ്. ജോബ് ഡിസ്ക്രിപ്ഷൻ എന്താണ്, ഡിസ്ക്രിപ്ഷൻ എന്താണ്. ജോബ് അനാലിസിസ്, ജോബ് അനാലിസിസ് എന്താണ്. ജോബ് ഇവാലുവേഷൻ എന്താണ്. ഇത്ര ടോപ്പിക്കുകൾ നിർബന്ധമായും പഠിച്ചു വയ്ക്കുക. ജോബ് സമ്മറി എന്താണ്, ഇത്ര കാര്യങ്ങൾ. കാരണം ഇതിൽ നിന്ന് 1-2 ചോദ്യങ്ങൾ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും റിപ്പീറ്റ് ആണ്. ഓക്കെ, ജോബ് ഡിസൈൻ, ജോബ് എൻലാർജ്മെൻറ്റ്, ജോബ് എൻറിച്ച്മെൻറ്റ്, സ്പെസിഫിക്കേഷൻ, ഡിസ്ക്രിപ്ഷൻ, അനാലിസിസ്, ഇവാലുവേഷൻ, സമ്മറി. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഞാൻ ഈ പറഞ്ഞ ചോദ്യങ്ങളൊക്കെ, ഇതിൻ്റെ കൺസെപ്റ്റുകൾ നോക്കി വയ്ക്കാൻ കേട്ടോ. നെക്സ്റ്റ് റിക്രൂട്ട്മെൻറ്റ് എന്താണ്. ഓക്കെ, സിലക്ഷൻ എന്താണ്. ഓക്കെ, ദെൻ റിക്രൂട്ട്മെൻറ്റിൽ തന്നെ ഒരു പ്രാവശ്യം ഗേറ്റ് റിക്രൂട്ട്മെൻറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. റിക്രൂട്ട്മെൻറ്റ് എന്താണ്, അപ്പോൾ അത് നോക്കണം. ദെൻ നെക്സ്റ്റ് സിലക്ഷനിൽ തന്നെ ഉള്ളതാണ് ഇൻഡക്ഷൻ എന്താണ്. പിന്നെ സിലക്ഷൻ്റെ സ്റ്റെപ്പിലുള്ളതാണ് ആപ്ലിക്കേഷൻ ബ്ലാങ്ക് അല്ലെങ്കിൽ ബ്ലാങ്ക് ആപ്ലിക്കേഷൻ, അതിനെ പറ്റിയിട്ട് ചോദിച്ചിട്ടുണ്ട് ഇതിനേക്കാൾ മുമ്പ്. പിന്നെ ട്രെയിനിങ് എന്താണ്, അതിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ട്രെയിനിങ്ങിൽ ഏതെങ്കിലും ഒരെണ്ണം എല്ലാ പ്രാവശ്യം വരും. ഓൺ ദ ജോബ്, ഓഫ് ദ ജോബ്, അതിൽ തന്നെയുള്ള ഈ പറയുന്ന വെസ്റ്റിബ്യൂൾ ട്രെയിനിങ് എന്താണ്. വെസ്റ്റിബ്യൂൾ. സെൻസിറ്റിവിറ്റി ട്രെയിനിങ് എന്താണ്. പലപ്പോഴും സിമുലേഷൻ എന്താണ്. റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ് ട്രെയിനിങ്ങിലെ മെത്തേഡ്സിൽ ഏതെങ്കിലും ഒരെണ്ണം. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇൻറ്റേൺഷിപ്പ് എന്താണ്, മറ്റൊരു ക്വസ്റ്റ്യൻ നിർബന്ധമായും പഠിക്കുക. ദെൻ കോമ്പൻസേഷൻ മാനേജ്മെൻറ്റ് എന്താണ്. അതുപോലെ തന്നെ ലേബർ പാർട്ടിസിപ്പേഷൻ മാനേജ്മെൻറ്റ് എന്താണ്.
റിപ്പീറ്റ് ആണ്. ദെൻ നെക്സ്റ്റ് മെറിറ്റ് റേറ്റിംഗ് എന്താണ്? റേറ്റിംഗ് എന്താണ്? ഓക്കെ. ദെൻ ഗ്രീവൻസസ് എന്താണ്? ലാസ്റ്റ് ചാപ്റ്റർ ഗ്രീവൻസസ് റിപ്പീറ്റ് ആണ്. ദെൻ നെക്സ്റ്റ് നമുക്ക് പെർഫോമൻസ് അപ്രൈസൽ. പെർഫോമൻസ് അപ്രൈസൽ എന്താണ്? പെർഫോമൻസ് അപ്രൈസലിലെ മെത്തേഡ്സ് ഉണ്ട്. അതിലേതെങ്കിലും 1-2 മെത്തേഡ്സ് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും റിപ്പീറ്റ് ആണ്. ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. സോ നമ്മൾ സാധാരണ ഏറ്റവും കൂടുതൽ കണ്ടുവന്നിട്ടുള്ള മെത്തേഡ്സിലെ കുറച്ച് മെത്തേഡ്സ് ഇവിടെ പറയാം. അതിലിപ്പോൾ അസസ്മെൻറ്റ് സെൻറ്റർ എന്താണ്? ദെൻ MBU എന്താണ്? പെയ്ഡ് കമ്പാരിസൺ മെത്തേഡ് എന്താണ്? ദെൻ മറ്റൊന്ന് ക്രിട്ടിക്കൽ ഇൻസിഡൻറ്റ് മെത്തേഡ് ഉണ്ട്, എന്താണ്? സോ ഇതിലേതെങ്കിലും ഒരെണ്ണം നമുക്ക് റിപ്പീറ്റായിട്ട് പ്രതീക്ഷിക്കാം. റിപ്പീറ്റാണ്, നിർബന്ധമായും അത് പഠിക്കുക. ഓക്കെ. ദെൻ നെക്സ്റ്റ് ഈ പറയുന്ന സെലക്ഷനിൽ തന്നെ പലതരത്തിലുള്ള ടെസ്റ്റുകളുണ്ട്. അതിലേതെങ്കിലും ഒരെണ്ണം പലപ്പോഴും വരാറുണ്ട്. പ്രൊഫിഷ്യൻസി ടെസ്റ്റ് എന്താണ്? പേഴ്സണാലിറ്റി ടെസ്റ്റ് എന്താണ്? പിന്നെ EQ എന്താണ്? ഓക്കെ. ഏതെങ്കിലും ഒരു ടെസ്റ്റിനെ പറ്റിയിട്ട് പലപ്പോഴും ഇത് ചോദിക്കാറുണ്ട്. ഓക്കെ, നിർബന്ധമായും പഠിക്കുക. ഇൻട്രസ്റ്റ് ടെസ്റ്റ് EQ, പിന്നെ ഇൻട്രസ്റ്റ് ടെസ്റ്റ് എന്താണ്? ഡെപ്ത് ഇൻ്റർവ്യൂ എന്താണ്? ഇൻ്റർവ്യൂ തന്നെയുള്ള ഡെപ്ത് ഇൻ്റർവ്യൂ. ഡെപ്ത് ഇൻ്റർവ്യൂ എന്താണ്? ഓക്കെ. ക്രിട്ടിക്കൽ പറഞ്ഞു, അപ്രൈസൽ മെത്തേഡ് പറഞ്ഞു, പിന്നെ ട്രെയിനിങ്ങിൽ നമ്മൾ പറഞ്ഞു സെൻസിറ്റിവിറ്റി ട്രെയിനിങ്. പിന്നെ അതിലുള്ളതാണ് ഫ്രിഞ്ച് ബെനഫിറ്റ്സ് എന്താണ്? മോണിറ്ററി ഇൻസെൻറ്റീവ് മറ്റൊരു ചോദ്യം. മോണിറ്ററി ഇൻസെൻറ്റീവ് എന്താണ്? 2 മാർക്സിൻ്റെ കണ്ടുവന്നിട്ടുള്ളതാണ്. EHRM പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ. അതിൽ തന്നെ ഓപ്പറേഷണൽ EHRM എടുത്ത് പറഞ്ഞില്ലേ ഞാൻ. EHRM പറഞ്ഞു, അതിൽ ടൈപ്സിലുള്ളതാണ്. EHRMൻ്റെ ടൈപ്സിൽ ഉള്ളതാണ് ഈ പറയുന്ന ഓപ്പറേഷണൽ. അപ്പോൾ ടൈപ്സ് നോക്കാം. അതിൽ ഓപ്പറേഷണൽ EHRM ഉണ്ട്. അതാണ് മറ്റൊരു ക്വസ്റ്റ്യൻ. ദെൻ ഹാലോ ഇഫക്റ്റ് ഇതിനായിട്ട് മുമ്പത്തെ പേപ്പറിൽ കണ്ടിട്ടുള്ള ഒരു ചോദ്യമാണ്. ദെൻ ഫോം അപ്രൈസൽ എന്താണ്? ദെൻ കൺസെപ്റ്റ് ഓഫ് ബെഞ്ച് മാർക്കിംഗ്. ബെഞ്ച് മാർക്കിംഗ് എന്താണ്? പെയ്ഡ് കമ്പാരിസൺ പറഞ്ഞു. പെർഫോമൻസ് അപ്രൈസൽ പോലെ തന്നെ പെർഫോമൻസ് മാനേജ്മെൻറ്റ് എന്താണ്? മാനേജ്മെൻറ്റ് എന്താണ് ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. പിന്നെ 2 മാർക്സിൻ്റെ കരിയർ പ്ലാനിങ്. കരിയർ പ്ലാനിങ് എന്താണ്? കരിയർ ഡെവലപ്മെൻറ്റ് എന്താണ്? ഡെവലപ്മെൻറ്റ് എന്താണ്? ഇതൊക്കെ 2 മാർക്സിൻ്റെ റിപ്പീറ്റ് ആണ് കേട്ടോ. പിന്നെ ഡിസിപ്ലിൻ എന്താണ്? ഡിസിപ്ലിൻ ലാസ്റ്റ് ചാപ്റ്ററിലുള്ളതാണ്. അതുപോലെ തന്നെ മിസ്കണ്ടക്റ്റ് എന്താണ്? മിസ്കണ്ടക്റ്റ് എന്താണ്? കോഡ് ഓഫ് കണ്ടക്റ്റ് എന്താണ്? കോഡ് ഓഫ് കണ്ടക്റ്റ് എന്താണ്? പിന്നെ ഇതൊക്കെ തന്നെയാണ് നമ്മൾ ഏറ്റവും പ്രൊസീജിയറൽ ഫെയർനെസ് ഉണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ചോദ്യങ്ങളുടെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ പറഞ്ഞിട്ടോ. 15 ചോദ്യങ്ങളാണ് നമ്മൾ പ്രതീക്ഷിക്കുക. പിന്നെ ഒരു കാര്യം കൂടിയുള്ളത്, ട്രാൻസ്ഫർ എന്താണ്? പ്രമോഷൻ, അതുപോലെ തന്നെ ഡിമോഷൻ, ജോബ് റൊട്ടേഷൻ ഇതിനായിട്ട് മുമ്പ് ചോദിച്ചിട്ടുള്ളതാണ് ജോബ് റൊട്ടേഷനെ പറ്റിയിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്ന 2 മാർക്സിൻ്റെ ചോദ്യങ്ങൾ. നമുക്കിതിൽ നിന്നൊരു 15 ചോദ്യങ്ങളിൽ മെജോറിറ്റി ഏരിയ
കവർ ചെയ്യാൻ സാധിക്കും. HRM, HRP, മാൻ പവർ പ്ലാനിങ്, EHRM, മാൻ പവർ പ്ലാനിങ്ങിൽ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ്. പിന്നെ ഞാൻ പറഞ്ഞു ജോബിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഈ കാര്യങ്ങളൊക്കെ നോക്കുക. റിക്രൂട്ട്മെൻറ്റ്, സിലക്ഷൻ, ദെൻ ഇൻഡക്ഷൻ എന്താണ്, പിന്നെ ബ്ലാങ്ക് ആപ്ലിക്കേഷൻ, ട്രെയിനിങ്, അതിൽ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സിൽ ഏതെങ്കിലും ഒരെണ്ണം, ഇൻറ്റേൺഷിപ്പ്, കോമ്പൻസേഷൻ മാനേജ്മെൻറ്റ്, ലേബർ പാർട്ടിസിപ്പേഷൻ മാനേജ്മെൻറ്റ്, മെറിറ്റ് റേറ്റിംഗ്, ഗ്രീവൻസസ് എന്താണ്, പെർഫോമൻസ് അപ്രൈസിൽ അതിൻ്റെ മെത്തേഡ്സിൽ ഏതെങ്കിലും ഒരെണ്ണം പ്രതീക്ഷിക്കുന്നുണ്ട്, ടെസ്റ്റിൽ ഏതെങ്കിലും ഒരെണ്ണം, ഇൻ്റർവ്യൂവിൽ ഡെപ്ത് ഇൻ്റർവ്യൂ, ഫ്രിഞ്ച് ബെനഫിറ്റ്സ്, മോണിറ്ററി ഇൻസെൻറ്റീവ്, EHRM, അതിൻ്റെ ടൈപ്സിൽ ഏതെങ്കിലും ഒരെണ്ണം, ഹാലോ ഇഫക്റ്റ്, ഫോം അപ്രൈസൽ, ബെഞ്ച് മാർക്കിംഗ്, പെർഫോമൻസ് മാനേജ്മെൻറ്റ്, കരിയർ പ്ലാനിങ്, കരിയർ ഡെവലപ്മെൻറ്റ്, ഡിസിപ്ലിൻ എന്താണ്, മിസ്കണ്ടക്ട് എന്താണ്, കോഡ് ഓഫ് കണ്ടക്ട്, ട്രാൻസ്ഫർ, പ്രൊമോഷൻ, ഡിമോഷൻ, ജോബ് റൊട്ടേഷൻ. ഓക്കെ, സോ ആദ്യം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന കുറച്ച് ചോദ്യങ്ങൾ ഇതാണ്, ദെൻ നെക്സ്റ്റ് ഇത്, ആൻഡ് ഫൈനലി ഇതാണ് കേട്ടോ. സോ ഇതാണ് നമ്മൾ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് എയിലുള്ള 2 മാർക്സിൻ്റെ ചോദ്യങ്ങൾ. നെക്സ്റ്റ് ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് ബിയിലുള്ള 5 മാർക്സിൻ്റെ ചോദ്യങ്ങൾ ഡിസ്കഷനുമായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ മുമ്പിലെത്താമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.